ഖുർആനിലെ 10-ാം അധ്യായം സൂറത്ത് യൂനുസിലെ 58-ാം വചനത്തിലൂടെ വ്യക്തമായി അല്ലാഹു തആല പറയുന്നു, നബിയെ അങ്ങ് പറയുക, അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ടും റഹ്മത്ത് കൊണ്ടും നിങ്ങൾ സന്തോഷിക്കുക. ആ ആയത്തിന്റെ ഒരുപാട് തഫ്സീറുകളിൽ നമുക്ക് കാണാൻ കഴിയും. ആ റഹ്മത്ത് എന്നാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ലോകത്തുള്ള ഏതെങ്കിലും പ്രാമാണികരായ മുഫസ്സിറുകൾ റബീഉൽ അവ്വൽ മാസത്തിന് മതമഹത്വം നൽകി ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആഘോഷങ്ങളും ഒക്കെ സംഘടിപ്പിക്കാൻ ഈ ആയത്ത് തെളിവാണ് എന്ന് ശരിക്കും നോട്ട് ചെയ്തോ? ഏതെങ്കിലും പ്രാമാണികരായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഇതിന്റെ വെല്ലുവിളിയാണ്. വെല്ലുവിളി ഞാൻ ഏറ്റെടുക്കുകയാണ്. എന്റെ കയ്യിലുള്ളത് പ്രശസ്ത പണ്ഡിതനായ ഹാഫിൽ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുള്ളയുടെ പ്രമുഖ ശിഷ്യനായ അൽ ഹാഫിൽ ഇബ്രാഹിം നാജി റഹിമഹുള്ളയുടെ കൻസുൽ റാഗിബീൻ അൽ വഫാത്ത് എന്ന കിതാബാണ്. ഇതിന്റെ 36-ാമത്തെ പേജിൽ കാണാം, വതബറകു ബിവിലാദതിഹി, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് നിങ്ങൾ ബറക്കത്ത് എടുക്കുകയും വഫ്റഹു ബിഹാ, അതുകൊണ്ട് നിങ്ങൾ സന്തോഷിക്കുകയും ചെയ്യുകയും. എന്താ തെളിവ്? ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. അപ്പോൾ ഈ ആയത്ത് നബിദിനാഘോഷത്തിന് കൃത്യമായ രേഖയാണ്, തെളിവാണ്, പ്രമാണമാണ് എന്ന് ഹാഫിദ് ഇബ്രാഹിം നാജി റഹിമഹുല്ലാ കൃത്യമായി തന്നെ പഠിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട ഇമാം നാജി റഹിമഹുല്ലയെ ഞാൻ തെളിവിന് ഉദ്ധരിച്ചപ്പോൾ അദ്ദേഹം ഒരു ആധികാരികനായ മുഫസ്സിറാണോ എന്ന് ചോദിച്ചുകൊണ്ട് തള്ളാൻ ശ്രമിക്കുകയായിരുന്നു സലഫി. വെല്ലുവിളി എന്തായിരുന്നു? പ്രാമാണികരായ ഏതെങ്കിലും ഒരു മുഫസ്സിറിനെ ഉദ്ധരിക്കാൻ സാധിക്കുമോ എന്നതായിരുന്നു എന്റെ വെല്ലുവിളി. എന്നാൽ നിങ്ങൾ ഈ കൊണ്ടുവന്നത് ബുർഹാനുദ്ദീൻ നാജി, അദ്ദേഹം മുഫസ്സിറാണോ? തെളിയിക്കാനുള്ള ചങ്കൂറ്റം നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ കൊണ്ടുവരും. ഒരാൾ മുഫസ്സിറാണ് എന്ന് എങ്ങനെയാണ് തീരുമാനിക്കേണ്ടത്? അദ്ദേഹത്തിന്റെ നെറ്റിത്തടത്തിൽ ഞാൻ മുഫസ്സിറാണ് എഴുതി വെക്കൽ കൊണ്ടാണോ? അല്ലെങ്കിൽ ഏതെങ്കിലും സലഫിമാർ മുഫസ്സിറാണ് എന്ന സർട്ടിഫിക്കറ്റ് കൊടുക്കൽ കൊണ്ടാണോ? ഒരിക്കലുമല്ല. ഒരാൾ മുഫസ്സിറാണോ അല്ലേ എന്ന് എങ്ങനെയാണ് തീരുമാനിക്കുക? പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു, മൻ കമുലത് ഫീഹി ആലാത്തു തഫ്സീർ, ഒരാളിൽ തഫ്സീറിന്റെ ആലാത്തുകൾ സമ്മേളിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് തഫ്സീർ പറയാനുള്ള യോഗ്യതയുണ്ട്. ഏതൊക്കെയാണ് ആലാത്തുകൾ? അത് ഇൽമുൽ ലുഗയും ഇൽമുൻ നഹ്വും ഇൽമുൽ സർഫും ഇൽമുൽ മആനിയും ഇൽമുൽ ബദീഉം ഇൽമുൽ ഖിറാഅയും അതുപോലെ തന്നെ സബബുൻ നുസൂലും ഇൽമുൽ ഹദീസും അതുപോലെ തന്നെ നാസിഖ് മൻസൂഖ് തുടങ്ങിയ മേഖലകളിൽ കഴിവുണ്ടാവലാണ് ഇതിനുള്ള മാനദണ്ഡമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട ഇമാം നാജി റഹിമഹുല്ലയിൽ ഈ ആലാത്തുകൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ടോ ഇല്ലേ എന്ന് നമുക്ക് പരിശോധിക്കാം. മുജാഹിദുകളുടെ ആശയ സ്രോതസ്സും മുജാഹിദുകൾക്ക് സർവ്വസമ്മതനുമായ അൽബാനി തന്നെ പറയുന്നു, കാന അലാ സർവത്തിൻ അളീമത്തിൻ മിനൽ ഇൽമി, ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്രാഹിം നാജി റഹിമഹുല്ല ഇൽമിന്റെ നിധി കൂമ്പാരമാണ്. തീർന്നില്ല, വജാനിബിൻ കബീർ മിൻ ദിഖ്ഖത്തിൽ ഫഹ്മി, വലിയ ഗ്രാഹ്യശക്തിയുള്ള പണ്ഡിതനാണ് എന്ന് അൽബാനി തന്നെ രേഖപ്പെടുത്തുന്നു. ഇങ്ങനത്തെ ഇൽമിന്റെ നിധി കൂമ്പാരങ്ങൾക്കാണ് തഫ്സീർ പറയാൻ യോഗ്യതയുള്ളത്. അല്ലെങ്കിലും സുഹൃത്തുക്കളെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ബഹുമാനപ്പെട്ട ഹാഫിൽ ഇബ്നു ഹജർ റഹിമഹുല്ലയുടെ ശിഷ്യനായ, മാത്രമല്ല അൽ ഹാഫിൽ 1,00,000 ഹദീസ് മനപ്പാടമുള്ള ഷെയ്ഖുൽ ഇസ്ലാം എന്നും ഹാഫിദുൽ അസ്ർ എന്നും അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ് എന്നും ഷെയ്ഖുൽ ഇസ്ലാമി വൽ മുസ്ലിമീൻ എന്നും ഷെയ്ഖുൽ ദിമിഷ്ക് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട ഇമാം നാജി റഹിമഹുല്ലക്ക് തഫ്സീർ പറയാൻ യോഗ്യതയില്ല എന്ന് പറയാൻ ഈ സലഫിക്ക് നാണമുണ്ടോ? സലഫിക്കല്ലാതെ ആർക്കെങ്കിലും അങ്ങനെ പറയാൻ സാധിക്കുമോ? ബഹുമാനപ്പെട്ട ഇമാം നാജി റഹിമഹുല്ലക്ക് ഇങ്ങനെയുള്ള വിശേഷണങ്ങൾ ഉണ്ടെന്ന് ഞാൻ വെറുതെ പറയുകയല്ല. സമകാലിക പണ്ഡിതനായ ഇമാം അബുൽ ബറക്കാത്ത് ഇബ്നുൽ ഖയ്യാൽ റഹിമഹുല്ല തന്നെ രേഖപ്പെടുത്തുന്നുണ്ട്, ഷെയ്ഖുൽ ഇസ്ലാമി വൽ മുസ്ലിമീൻ ഹാഫിദുൽ അസ്ർ വ അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ് സയ്യിദുൽ മുർസലീൻ ബുർഹാനുദ്ദീൻ നാജി അശ്ശാഫിഈ റഹിമഹുല്ല എന്ന് അബുൽ ബറക്കാത്ത് ഇബ്നുൽ ഖയ്യാൽ റഹിമഹുല്ല രേഖപ്പെടുത്തുന്നുണ്ട്. ചുരുക്കത്തിൽ ബഹുമാനപ്പെട്ട ഇമാം നാജി റഹിമഹുല്ലക്ക് തഫ്സീർ പറയാൻ യോഗ്യതയുണ്ട്. ഇതിനെല്ലാം പുറമെ ബഹുമാനപ്പെട്ട ഇമാം നാജി റഹിമഹുല്ലക്ക് തഫ്സീർ മേഖലയിലും ഗ്രന്ഥമുണ്ട്. തഫ്സീർ മേഖലയിൽ ഏറ്റവും സൂക്ഷ്മമായ ഭാഗമാണ് അൻ-നാസിഖ് വൽ മൻസൂഖ്. ഈ വിഷയത്തിൽ മഹാനവർക്ക് ഗ്രന്ഥമുണ്ട്. ഇങ്ങനെയുള്ള ഒരു പണ്ഡിതന് തഫ്സീർ പറയാൻ യോഗ്യതയില്ല എന്ന് പറഞ്ഞ സലഫിയുടെ തൊലിക്കട്ടി അപാരം തന്നെ. ബഹുമാനപ്പെട്ട ഇമാം സഖാവി റഹിമഹുല്ല അവിടുത്തെ അല്ലാഹുൽ ലാമിഇൽ രേഖപ്പെടുത്തുന്നു, മഹാനരായ ഖുദൈരി റഹിമഹുല്ല പറയുന്നു, ബിഅന്നഹു, തീർച്ചയായും ബഹുമാനപ്പെട്ട ഇമാം നാജി റഹിമഹുല്ല ശൈഖുൻ ആലിമുൻ ഫാദിലുൻ മുഹദ്ദിസുൻ മുഹർറിറുൻ മുത്തഖിനുൻ മുഅ്തമദുൻ, ബഹുമാനപ്പെട്ടവർ അവലംബയോഗ്യനായ മുഹർറിറായ മുഹദ്ദിസായ ഫാദിലായ ആലിമാണ് ഇമാം നാജി റഹിമഹുല്ല. ഖദമ ഹാദ ശഅന, ഈ ദീനിന് കവർന്ന് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ബിലിസാനിഹി വ ഖലമിഹി, അവിടുത്തെ നാവ് കൊണ്ടും പേന കൊണ്ടും. ഇങ്ങനെയുള്ള ഒരു മഹാപണ്ഡിതനെ തഫ്സീർ പറയാൻ യോഗ്യതയില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ സലഫിക്കല്ലാതെ മറ്റാർക്കെങ്കിലും സാധിക്കുമോ?